ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ തലശ്ശേരി ടു ആലുവ വ്ളോഗ് ഇതേ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഒരു മാഹിയെല്ലാം ആയപ്പോൾ നമ്മളങ്ങ് ഉറങ്ങിക്കേനും കേട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടേനും. നമ്മളെ ചായ ഒന്നും കോഴിക്കോടത്ത് നമ്മൾ പൊതുവേ പോകുമ്പം കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കും. പക്ഷേ ഇപ്രാവശ്യം കുടിച്ചില്ല, കാരണം നല്ല ഉറക്കേനും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആലുവ എത്തി. അപ്പോൾ ആലുവ എത്തി ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ആലുവയിലെത്തി കേട്ടോ. ട്രെയിൻ കുറച്ച് ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഏതോ ഒരു ഹോട്ടൽ, എന്താ ശരവണയോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലാട്ടോ. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ കയറി നമ്മൾ മസാല ദോശയും പിന്നെ ഞാൻ കോഫിയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഉമ്മ എല്ലാം നെയ്റോസ്റ്റ് ഉഴുന്നുവട, ഞാൻ വട കഴിക്കില്ല. അപ്പം ഞാൻ മസാല ദോശ വാങ്ങി തന്നു, കുറേ ആയി കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ലോട്ടി ചോക്കപ്പ് കഴിച്ചു. അപ്പോഴത്തെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങനെ നല്ല മഴയായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആലുവയിൽ നിന്ന് ഒരാൾ ആഡ് ആവുമെന്ന്. അപ്പോൾ വണ്ടിയും കൊണ്ട് വന്ന് എൻ്റെ മൂത്താപ്പയാണ്, ഉമ്മാൻ്റെ താത്താൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഒരു പള്ളി എത്തി, നമുക്ക് വാഷ്റൂം പോകണം വെച്ചു. അങ്ങനെ പള്ളിയിൽ സ്ത്രീകൾക്ക് പോകാമല്ലോ, പക്ഷെ നോക്കുമ്പോൾ അത് നടന്നിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ യാത്ര ചെയ്ത് നമ്മൾ ആവശ്യ സ്ഥലത്തെത്തി. അപ്പം അങ്ങനെ അവിടെ നിന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കായിപ്പോയി. നമുക്ക് അവിടെ നിന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങി ഒരു പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പം ബസ് കിട്ടിയില്ല. അപ്പം നമ്മൾ തിരിച്ച് ഗുരുവായൂർ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു കസിനെ എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഗുരുവായൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം രാത്രിയല്ലേ, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ എന്തോ ഒരു മജ്ലിസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പറവൂറാണ്, തൃശ്ശൂർ പറവൂർ. അവിടെ കയറി നമ്മൾ മന്തി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു 8-9 മണി ആയിക്കുണ്ടാവും നമ്മൾ ഹോട്ടലിലെത്തുമ്പോൾ. അങ്ങനെ അവിടെ കയറി നമ്മൾ കയ്യെല്ലാം കഴുകി ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, കുഴിമന്തി അങ്ങനെ എന്തെല്ലോ നമ്മൾ ഓർഡറാക്കി. കുറേ നേരം മെനു കാർഡ് നോക്കി അവസാനം നമ്മളെല്ലാവരും പോലെ എപ്പോഴും വാങ്ങുന്ന ഫുഡ് തന്നെ വാങ്ങി. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങി ഫുഡ് വന്ന് ഞാൻ പിന്നെ ഒരു ഗ്രേപ്പ് ലൈം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചൊരു റൂം എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഗുരുവായൂർ റൂം എടുത്തു. നമുക്ക് 2 റൂം കിട്ടി. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു ഗൈസ്. ബാക്കി വിശേഷം നാളെ പറയാം. ബൈ.